ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ നയനയും ആദർശും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് എങ്ങനെയാണെങ്കിലും അവാർഡ് മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്തെങ്കിലും കാര്യമുണ്ടോ, നീ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് അത് ഇപ്പോൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണേ. അപ്പം നമ്മുടെ ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ നയനെ അങ്ങനെ പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛനുമായിട്ട് ആദർശ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ തന്നെ പറയുകയാണ്, ഗ്രേസി ആൻറ്റി എന്ന് പറയുന്നത് നമ്മുടെ ദേവയാനിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും തീരുമാനിച്ച് കാണുമോ എന്നിങ്ങനെയൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നയന ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ ഒരു സംശയമാണ്, ഇനി ദേവയാനി എന്തെങ്കിലും ആത്മീയമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, അവരെന്തെങ്കിലും വളഞ്ഞു ബുദ്ധി കാണിച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഈ അങ്ങനെ ഒരിക്കലും കാര്യമില്ല. ദേവയാനിയുടെ ഫ്രണ്ടായിട്ടുള്ള റോസ്മേരിയും ആൻമരിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാം അല്ലേ, ഒരിക്കലും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്നിങ്ങനെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ആദർശ് പറയുകയാണ്, ആൻമരി എന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു, എങ്ങനെയെങ്കിലും നയനെ വിളിച്ചിട്ട് നയനയുടെ തീരുമാനം ഒന്ന് മാറ്റണം എന്നാണ് ആൻമരി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അച്ഛനോട് പറയുകയാണ്, അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, നീ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ശരി, എന്താണെങ്കിലും ഞാനൊന്ന് നയനയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ കണ്ടതും നയന ഇങ്ങനെ എണീക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അച്ഛൻ സംസാരിക്കുവാനായിട്ട് ഇങ്ങനെ മുതിർന്ന് വരുമ്പോഴത്തേക്കിനും നയന പറയും, അച്ഛൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം, എനിക്ക് അവാർഡ് ഫംഗ്ഷനോട് താല്പര്യമില്ല, ഒട്ടും തന്നെ ഇല്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോളെ അങ്ങനെയല്ല, അവരെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എല്ലാം റെഡിയായതിനു ശേഷം നമ്മൾ വീണ്ടും നമുക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുകയാണേ. എനിക്കതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്ന് നയന പറയുക കേട്ടോ. അപ്പോൾ അച്ഛൻ വീണ്ടും നിർബന്ധിക്കുകയാണ്, പോസ്റ്ററും ഫോട്ടോയും ആൾക്കാരെ എല്ലാം വിളിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വാല്യൂവിന് തന്നെ ഒരു മോശമാണ്, ഒരു കളങ്കമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, എനിക്കൊട്ടും താല്പര്യമില്ല അച്ഛാ, എങ്ങനെയെങ്കിലും അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ട് അവരുമായിട്ടൊന്ന് വിളിച്ച് സംസാരിച്ച് ഈ ഒരു അവാർഡ് ഫംഗ്ഷൻ മുടക്കുന്നതിന് വേണ്ടിയിട്ട് ദേവയാനി അമ്മയോട് പറയുകയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മോളെ അത് ഞാൻ നേരത്തെ ദേവയാനി ചെയ്യുമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ദേവയാനി അങ്ങനെ ചെയ്തില്ലല്ലോ, അപ്പോൾ വീണ്ടും നമ്മൾ അതുമായിട്ട് പോകുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുകയെ. അപ്പോൾ ഇങ്ങനെ നയന പറയുകയാണ്, എന്നാൽ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലെ ബെസ്റ്റ് ഡിസൈനർ തന്നെയാണ് നമ്മുടെ പവിത്ര, അപ്പോൾ ആ പവിത്രയ്ക്ക് ഈ അവാർഡ് കൊടുത്താൽ പറ്റുമോ എന്നിങ്ങനെ അച്ഛനോട് സംസാരിക്കുകയാണ് കേട്ടോ. അതിനെ പറ്റിയിട്ടൊന്നും മോള് ചിന്തിക്കേണ്ട, മോൾക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സ് വിചാരിക്കേണ്ട, സോറി അച്ഛാ, അപ്പോൾ അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ നയന മനസ്സിലോർക്കുകയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ആൻമരിയാണ് കേട്ടോ. ആൻമരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ കോളും പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തതും, ആൻറ്റി എന്തായി, നയനമ്മയുടെ എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ ഇവിടെ എല്ലാവരും നിർബന്ധിച്ചിട്ടും അവൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നതെന്ന് പറയുക കേട്ടോ. ആൻറ്റി എല്ലാ കാര്യങ്ങളും ആൻറ്റി തന്നെയല്ലേ നിർവഹിച്ചത്, എന്നിട്ട് ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നയനയ്ക്ക് ഇഷ്ടമല്ല, സ്റ്റേജിൽ കയറുന്നതും അംഗീകാരം മേടിക്കുന്നതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ദേവയാനി. നീ ഫോൺ വെക്ക്, എൻ്റെ മരുമകളുടെ അവാർഡ് ഫംഗ്ഷൻ എങ്ങനെയാണെങ്കിലും കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, അത് മറന്നു നിന്നിട്ടാണെങ്കിലും ഞാൻ കാണും. അപ്പം ഇങ്ങനെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്താണ് അവളെ കൊണ്ട് അവാർഡ് ഫംഗ്ഷന് പോകാനുള്ള വഴി എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം മുത്തശ്ശി അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പം മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് പറയും, മുത്തശ്ശിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പലരും തന്നിഷ്ടത്തിനാണ് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ചോദിക്കും, എന്താണെന്ന് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, പ്രോഗ്രാമിന് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നതെന്ന് പറയുവേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയെ, നീ ആ അവാർഡ് ഫംഗ്ഷൻ്റെ പോസ്റ്റർ കണ്ടായിരുന്നു എന്ന് ദേവയാനോട് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയും, ഇല്ല ഞാനത് ശരിക്കുന്നൊന്നും കണ്ടില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, അതുകൊണ്ടാണ് നയനമോൾക്ക് അത് മേടിക്കാൻ പോകാൻ താല്പര്യമില്ലാത്തത്, സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കാത്ത ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവാർഡ് മേടിക്കാൻ ഏത് മരുമകൾക്കാണ് താല്പര്യം ഉണ്ടാകുക എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അതുകൂടാതെ മുത്തശ്ശി പറയുകയാണ്, ഇങ്ങനൊരു അവാർഡ് ഫംഗ്ഷൻ കിട്ടിയപ്പോൾ തന്നെ നീ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് നിൻ്റെ മരുമകൾക്ക് പോയിട്ട് കൈ കൊടുത്തിട്ട് അവളെ അഭിനന്ദിക്കണമായിരുന്നു. അപ്പം ദേവന് പറയുകയാണ്, എന്നെ അതിനൊന്നും കിട്ടില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അപ്പോൾ അവാർഡ് മേടിക്കാനും മറ്റൊരാളെ നോക്കണം എന്നാണ് നിൻ്റെ മരുമകൾ പറഞ്ഞത് എന്ന് പറയാം കേട്ടോ, അതിൽ തെറ്റില്ലെന്നാണ് മുത്തശ്ശി പറഞ്ഞത്.
ഇന്ന് ഞാനൊന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് പോവാ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജലജേനയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേവയാനിയും മുത്തശ്ശിയും കൂടെ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം എത്രത്തോളം തിളപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം തിളപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ജലജയ്ക്കുള്ളത്. അപ്പോൾ ജലജ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയണ അവൾ അവാർഡ് നിരസിച്ചു അല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പറയും അവൾക്ക് അഹങ്കാരമാണ്, അതുകൊണ്ടാണ് അവൾ ആ അവാർഡ് നിരസിച്ചത്. അപ്പോഴത്തേക്കിനും അതുവഴി ആദർശം നയനും വരും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കും, മോള് ഇത് എന്താ പരിപാടിയാണ് കാണിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണെങ്കിലും എൻ്റെ കൂട്ടുകാരി ഗ്രേസിയും ആൻമരിയും ചേർന്ന് നടത്തിയ പ്രോഗ്രാം അല്ലേ, അവരുടെ മുഖത്താണ് കരിവാരി തേച്ചത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നായനിങ്ങനെ പറയും, മുത്തശ്ശി എനിക്ക് എന്നോട് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറയും. പെട്ടെന്നാണ് അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞത്, ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നതിനെ പറയും. അമ്മയ്ക്ക് ഞാൻ അവാർഡ് മേടിക്കുന്നതിനോട് ഇഷ്ടമല്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ ദേവയാനി പറയുവേ. അതിനുശേഷം നായനെ അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും അദൃശ്യ പറയുകയാണ്, കുറച്ച് ഏതൊക്കെയായാലും മുത്തശ്ശനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കണം. അപ്പോൾ മോളിങ്ങനെ ഞാൻ പറഞ്ഞെന്നാലും അല്ലെങ്കിൽ ദേവയാനി പറഞ്ഞാലും എല്ലാവരും പറഞ്ഞാൽ മോള് കേൾക്കേണ്ടതാണല്ലോ, ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴാണ് അദൃശ്യ പറയുന്നത്, മുത്തശ്ശന് എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശനെ കൊണ്ടൊന്ന് വിളിപ്പിക്കണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ പറഞ്ഞാലും അവൾ കേൾക്കുന്നില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ജലജി ഇങ്ങനെ പറയുകയാണ്, അട്ടെ പിടിച്ച് മെത്തേ കിടത്തി എന്നാൽ കിടക്കില്ല എന്ന് പറയുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്താണ് അവളുടെ സ്വഭാവം ഇങ്ങനെ മാറാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആദർശി പറയുന്നുണ്ട്, നയന എന്തെങ്കിലും കാരണം ഇല്ലാതെ അങ്ങനെ ചെയ്യില്ല, ഇതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അവളെ ഒന്ന് അഭിനന്ദിക്കായിരുന്നല്ലോ എന്നിങ്ങനെ ആദർശി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട്, ശരിയാണ് നീ പറഞ്ഞത്, ഇതുവരെ അവളെ ഒന്ന് അഭിനന്ദിച്ചിട്ടില്ല, അത് തന്നെ അപ്പോൾ മെയിനായിട്ടുള്ള കാരണം. അവളുടെ കൈ ഒന്ന് പിടിച്ച് കുലുക്കിയിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ ഈ തീരുമാനം ഒന്നും എടുക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയ്ക്ക് ഭയങ്കരമായിട്ടൊക്കെ ദേഷ്യം വരികയാണ്. അതിനുശേഷം ആദർശം ഞാനും കൂടെ അങ്ങനെ നടന്നു പോവാം കേട്ടോ. ചില സമയത്ത് നിൻ്റെ ഈ സ്വഭാവം ഒന്നും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഗ്രേസി ആൻറ്റിയും അതുപോലെ ആൻമരിയും ചേർന്നിട്ടാണ് ആ ഒരു പ്രോഗ്രാം നടത്തിയത്, അതുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, അവരാദ്യം തന്നെ ഒരു തെറ്റ് ചെയ്തു, ആദ്യം ഇവർ അമ്മേനെ ആയിരുന്നു അറിയിക്കേണ്ടിരുന്നത്, അങ്ങനെയാണെങ്കിൽ അമ്മ അത് മുടക്കിയിട്ടുണ്ടാകുമായിരുന്നല്ലോ എന്നിങ്ങനെ നയന പറയുവേ. കൂടാതെ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഡിസൈൻസുകളൊക്കെ അത്രയ്ക്ക് നല്ലതല്ലേ, ഒരുപാട് നീ കളക്ഷൻസുകളൊക്കെ നടത്തി വെച്ചിട്ടുണ്ട് വിഷുവിന് വേണ്ടിയിട്ട്, ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് തന്നെയല്ല ഇവർ പത്രക്കാർ നല്ല ഫേമസ് ആണ്, അപ്പം നമുക്കത് ഫേമസ് ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമാകും എന്നിങ്ങനെയൊക്കെ ആദർശ് പറയുകയാണ്. അവിടെയൊക്കെ നീ ഇങ്ങനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അഹങ്കാരിയായിട്ട് അവർ ചിത്രീകരിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ നയനും ചോദിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ആദർശേട്ടൻ പറയാൻ പറയുവേ. അപ്പോൾ ആദർശ് പറയും, അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഒക്കെ വലിയ ആഗ്രഹമുണ്ട്, പിന്നെ ഗ്രേസി ആൻറ്റി അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, അത് തന്നെയല്ലേ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പം നീ ആ ഫംഗ്ഷന് പോകണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ പറയുക, ശരി എന്നാൽ ഇങ്ങനെ എല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ ഫംഗ്ഷന് പോകാം നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകർഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നൊരു പ്രോഗ്രാമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നയൻ ഇങ്ങനെ പറയുകയാണ്, അടുത്ത ക്ലൂ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആണുങ്ങളാരും ആ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നില്ലെന്ന് അറിയാം, അപ്പം എൻ്റെ അമ്മായിയമ്മ ആ പ്രോഗ്രാമിന് വരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ ആ പ്രോഗ്രാമിന് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ നയന പറയും. അപ്പോഴത്തേക്കിന് ആദർശ് പറയും, ഗ്രേസി ആൻറ്റി കൂട്ടുകാരി ആയതുകൊണ്ട് അമ്മ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും, ഏതൊക്കെയായാലും ആണുങ്ങളാരും വരാത്ത സ്ഥിതിക്ക് എൻ്റെ അമ്മായിയും ആ പ്രോഗ്രാമിന് വരണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് പറഞ്ഞു നോക്കാം എന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, എന്നെ പ്രോഗ്രാമിന് ഫംഗ്ഷന് കൊണ്ടുപോകാനായിട്ട് വലിയ തിടുക്കമാണല്ലോ, അപ്പോൾ അമ്മയുടെ കാര്യത്തിൽ എന്താ ഇത്ര സ്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നിങ്ങനെ പറയും. അതിനുശേഷം പറയും, ഈ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ കിട്ടുന്നത് സാധാരണ എല്ലായിടത്തും കൊണ്ടുപോയി ജ്വല്ലറിയിലാണ് വെക്കുന്നത്, പക്ഷേ ഇവിടെ നിൻ്റെ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അത് വെക്കുന്ന വീട്ടിലായിരിക്കും, അത് എല്ലാവരും കാണുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ അമ്മായിയമ്മ. അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്ന് നിന്നിട്ട് ചിലപ്പോൾ ഫോട്ടോയിൽ പേരും അതുപോലെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ടായിരിക്കും അവാർഡ് തരുന്നത്. അപ്പോൾ അതിങ്ങനെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ എന്നിങ്ങനെ പറയും. അതിനെ പറയുക, എൻ്റെ അമ്മായിയമ്മ അത് ചിലപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എടുത്ത് എറിഞ്ഞ് കളയും, അല്ലെങ്കിൽ എൻ്റെ തല തല്ലി പൊട്ടി
പ്രവർത്തിക്കും എന്നിങ്ങനെയൊക്കെ പറയൂ കേട്ടോ. എന്താണെങ്കിലും നീ ആ പ്രോഗ്രാമിൽ പോയി ഫംഗ്ഷൻ നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റുമെങ്കിൽ സ്റ്റേജിൽ കയറി രണ്ട് നല്ല വാക്കുകളും പറ. അപ്പോൾ സന്തോഷത്തോടെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ആദർശ് പോവേ. അപ്പോൾ ആദർശ് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കിന് നയന ഇങ്ങനെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവാർഡ് നിരസിക്കുന്ന കുടുംബത്തിൽ ചേർന്ന ആളുകൾക്ക് ചേർന്ന പണിയല്ല എന്ന് പറയുന്നതും അതുപോലെ ആ അവാർഡ് ദാന ചടങ്ങിലേക്ക് നീ പോകണം എന്ന് പറയുന്നതുമൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക കേട്ടോ. അപ്പോൾ അവളിങ്ങനെ നെടുവീർപ്പ് കൊള്ളുകയാണ്. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് ആ ഒരു വാക്ക് കേൾക്കണമായിരുന്നു, അതായിരുന്നു അവളുടെ ആഗ്രഹം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നയനിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്